അപ്പമായി വന്നു എൻ്റെ നാഥനാം ഈശോയിൻ എന്നിൽ. ദ്യൂവിൻ്റെ വാതിൽ തുറന്നു തൻ്റെ ദാനങ്ങൾ എന്നിൽ ചൊരിഞ്ഞു. ദാഹത്താൽ കേഴുമ്പോൾ നാഥൻ എൻ്റെ ദാഹം ശമിപ്പിച്ചു തന്നു. ക്ലേശത്താൽ നീറുമ്പോഴെല്ലാം എൻ്റെ ക്ലേശങ്ങളേൽക്കാനടഞ്ഞു. തീരാത്ത സ്നേഹം നാഥൻ തോരാതെ ഏകി. തീരാത്ത സ്നേഹം നാഥൻ തോരാതെ ഏകി. ജീവന്റെ അപ്പമായി വന്നു എൻ്റെ നാഥനാം ഈശോയിൻ എന്നിൽ. ദ്യൂവിൻ്റെ വാതിൽ തുറന്നു തൻ്റെ ദാനങ്ങൾ എന്നിൽ ചൊരിഞ്ഞു. ജീവന്റെ അപ്പമായി വന്നു എൻ്റെ നാഥനാം ഈശോയിൻ എന്നിൽ. സർവശക്തനായ ദൈവമേ, ജീവിതത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങൾ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കുന്ന ദൈവമേ, ജീവിത ബുദ്ധിമുട്ടുകളുടെ നടുവില് എന്റെ മനോഭാവങ്ങളെ മാറ്റിയെടുക്കുവാൻ, ജീവിതത്തെ സന്തോഷപൂർണ്ണമാക്കുവാനും നിന്നോടൊത്തായിരിക്കുവാനും ഞങ്ങളുടെ ഒക്കെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. ദൈവം നമ്മുടെ മുന്നിൽ ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവത്തെ നമുക്ക് ആരാധിക്കാം, നമുക്ക് സ്തുതിക്കാം, നന്ദി പറയാം. എന്റെ ജീവനും ജീവിതവും എന്റെ സർവസ്വവും എനിക്കായി നൽകിയ, അനുഭവിക്കാനും ആസ്വദിക്കുവാനും ജീവിക്കുവാനും അവസരം നൽകിയ നല്ല ദൈവത്തോട് നന്ദി പറയാം. ദൈവമേ, എന്റെ രോഗാവസ്ഥയിലും എന്റെ സാമ്പത്തിക ഞെരുക്കത്തിലും എന്റെ പാട്ടുവീടുകളിലും എന്റെ വേദനകളിലൊക്കെ, എന്റെ മാനസികമായ വേദനകളിലും ശാരീരിക വേദനകളിലും ഒക്കെ ദൈവമേ, അങ്ങയുടെ തൃക്കരം കാണുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ തൃക്കരം കണ്ടാൽ, അങ്ങയുടെ മുഖം കണ്ടാൽ എനിക്ക് ആശ്വാസമാകും, ജീവനാകും, പുതുജീവനാകും, പുതിയ ജന്മമായി തീരും. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ദൈവമേ, അങ്ങയുടെ മനസ്സിനനുസരിച്ച് ജീവിക്കുവാൻ എന്റെ എളിയ ജീവിതത്തെ എടുത്തു വാഴ്ത്തണമേ. അങ്ങയോടൊത്തായിരിക്കുവാൻ, സ്വർഗത്തിൽ അങ്ങയോടൊത്ത് മുഖാമുഖം കണ്ട് ആനന്ദിക്കുവാൻ എന്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. സ്വർഗോന്മുഖമായി ജീവിതം നയിക്കുവാൻ എന്റെ വാക്കിലും പ്രവൃത്തിയിലും മനോഭാവത്തിലും അങ്ങയുടെ തൃക്കരം ദർശിക്കുവാൻ, അങ്ങയുടെ മുഖം ദർശിക്കുവാൻ, അങ്ങയുടെ വചനം കാണുവാൻ, വചനം അറിയുവാൻ, വചനം ജീവിക്കുവാൻ യേശുവേ, അനുഗ്രഹിക്കുന്ന യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവേ, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പിതാവായ ദൈവമേ, പുത്രനെ നൽകിയ ദൈവമേ, ഈ ജീവൻ നൽകിയ ദൈവമേ, ജീവിതം നൽകിയ ദൈവമേ, അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവേ, ഞങ്ങളുടെ മക്കളിലേക്ക് ഇറങ്ങി വന്ന നല്ല ദൈവമേ, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനെൻ സർവ്വവുമാ അടിയനേതാ. അടിയനേ
ലൂക്കായുടെ സുവിശേഷം 23 അധ്യായം 39 മുതലുള്ള തിരുവചനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അപരൻ ശകാരിച്ചു പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണോ? ആണല്ലോ. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ തുടർന്നു, യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു അവനോട് അരുളി ചെയ്തു, സത്യമായും ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിൽ ആയിരിക്കും. രണ്ട് വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുകയാണ്, രണ്ട് മനോഭാവങ്ങളെ പരിചയപ്പെടുകയാണ്. നല്ല കള്ളനെന്നും മോശം കള്ളനെന്നും വിഭജിക്കാമെങ്കിലും കള്ളൻ എന്ന പദം മാറ്റിവെച്ച് നല്ല മനുഷ്യൻ എന്ന് പറയുന്നതാവും ഉചിതമെന്ന് തോന്നുന്നു. രണ്ട് മനോഭാവം. ഒരാൾ യേശുവിനെ പുച്ഛിക്കുന്നു. എന്തിനാ പുച്ഛിക്കുക? എൻ്റെ കാഴ്ചയുടെ ലോകത്തിൽ അവന് കാഴ്ചയുണ്ടാകുമ്പോൾ, എൻ്റെ കാഴ്ചയില്ലാത്ത ലോകത്ത് എനിക്ക് ചെയ്യാൻ കഴിയാത്തത്, പറയാൻ കഴിയാത്തത്, ജീവിക്കാൻ കഴിയാത്തത് അവൻ ജീവിക്കുമ്പോൾ, പറയുമ്പോൾ, ചെയ്യുമ്പോൾ ഞാൻ പുച്ഛിക്കും. എന്നെ തന്നെ അറിയാൻ, എന്നെ തന്നെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയാതെ വരുമ്പോൾ, അതുകൊണ്ടാണല്ലോ ക്രിസ്തുവിൻ്റെ വിലാപ്പുറത്ത് പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ട് കുത്തി, അവിടുന്ന് രക്തവും വെള്ളമൊഴുകി. അവൻ അന്ധനായിരുന്നു. രക്തവും വെള്ളവും വീണപ്പോൾ അവൻ്റെ അന്ധത മാറ്റപ്പെട്ടു. കാരണം ക്രിസ്തുവിൻ്റെ ലോകത്തിൽ രണ്ട് കണ്ണും പ്രകാശിച്ചവനാണവൻ, ജീവിച്ചവനാണവൻ, ദൈവവചനം തുറന്ന് കണ്ടവനാണ്, ജീവിച്ചവനാണവൻ. പക്ഷേ അന്ധനായ എൻ്റെ ലോകത്ത് അവന് രണ്ട് കണ്ണുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവനിട്ട് കുത്തി. അവൻ്റെ വിലാപ്പുറത്ത് നിന്ന് രക്തവും വെള്ളമൊഴുകി. എൻ്റെ അന്ധത മാറ്റപ്പെട്ടു. അതുപോലെ തന്നെ രണ്ട് മനോഭാവങ്ങളെയാണ് നമ്മളിവിടെ കണ്ടുമുട്ടുക. പുച്ഛിക്കുന്നവന്റെ മനോഭാവം തന്നെ തന്നെ അറിയാത്തവൻ, തന്നെ തന്നെ ന്യായീകരിക്കുന്നവൻ. നല്ല കള്ളൻ ചെയ്യുന്നതോ, നല്ല മനുഷ്യൻ ചെയ്യുന്നതോ, തന്നെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ട്, ഞാൻ തെറ്റുകാരനാണ്, ഞാൻ ഈ ശിക്ഷ അർഹിക്കുന്നവനാണ്. പിന്നെയോ മാത്രമല്ല, എനിക്ക് സ്വന്തം ജീവിതത്തെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യമുണ്ട്. മാത്രമല്ല, അവൻ ദൈവപുത്രനാണ്, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്യാത്തവൻ ദൈവമാണ്. ആ ബോധ്യം അവനുണ്ട്. മനുഷ്യനെന്ന ബോധ്യം തനിക്കുണ്ട്, അവൻ ദൈവമാണെന്നുള്ള ബോധ്യമുണ്ട്. അതവൻ വിളിച്ചു പറഞ്ഞു. ഒരു തെറ്റും ചെയ്യാത്തവൻ ദൈവമാ, മനുഷ്യനായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവൻ വിളിച്ചു പറഞ്ഞു, നീ ദൈവമാണ്, ഒരു തെറ്റും ചെയ്യാത്തവനാണ്. എൻ്റെ ജീവിതത്തെ തുറന്നു കാണുക, എൻ്റെ ജീവിത വ്യവസ്ഥകളെ തുറന്നു കാണുക, ജീവിത നിയമങ്ങളെ തുറന്നു കാണുക, അതറിയുക, ദൈവത്തിന് മുൻപിൽ ഏറ്റുപറയുക. ആ ഏറ്റുപറച്ചിലിന്റെ മനോഭാവത്തിലാണ് ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിലായിരിക്കുക. ഒരു പറുദീസ അനുഭവം. എന്നെ തന്നെ തിരിച്ചറിയുക, ദൈവത്തെ തിരിച്ചറിയുക. എന്നെ തന്നെ തിരിച്ചറിയുകയും ദൈവത്തെ തിരിച്ചറിയുമ്പോഴുമാണ് ഒരു പറുദീസ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു പോവുക. അപ്പോൾ മനോഭാവത്തെ വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. ഈ ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ 7-ാം അധ്യായത്തിൽ
പാപിനിയായ സ്ത്രീയുടെ ഉപമ പറയുന്നുണ്ട്. പാപിനിയായ സ്ത്രീ, പാപിനിക്ക് മോചനം നൽകുക. അതിൻ്റെ ആരംഭം ഇങ്ങനെയാണ്: ഫരിസേയൻ തന്നോടത്ത് ഭക്ഷണം കഴിക്കാൻ അവനെ ക്ഷണിച്ചു. അവൻ ചെന്നതല്ല, ക്ഷണിച്ചു. ഈ ഫരിസേയൻ എന്തിനാ യേശുവിനെ ക്ഷണിച്ചത്? അത് വായിച്ചു പോകുമ്പോൾ വളരെ വ്യക്തമാണ്. അവൻ സ്വഗതമായി പറഞ്ഞു, ഇവൻ പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏത് തരക്കാരിയാണെന്നും അറിയുമായിരുന്നു. അവന്റെ മനോഭാവം കണ്ടോ? തന്നെ സ്പർശിച്ച സ്ത്രീ ഏത് തരക്കാരിയാണെന്ന്, ആരാണെന്ന് അവൻ തിരിച്ചറിയുമായിരുന്നു. അവൻ പ്രവാചകനല്ല, അവൻ ദൈവമല്ല. പിന്നെ എന്തിനാ ഫരിസേയൻ വിളിച്ചത്? ഫരിസേയൻ വിളിച്ചത്, നാട്ടിൽ നല്ല ആൾബലമുള്ള ഈശോ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാനും നല്ലതായിത്തീരും, എൻ്റെ പ്രവൃത്തികളൊക്കെ നല്ലതായി മാറ്റപ്പെടും, ജനം ചിത്രീകരിക്കും. നല്ല ഒരു മനുഷ്യൻ എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ അവനെ സ്വീകരിച്ചല്ലോ. അതുകൊണ്ട് അതേ മനോഭാവത്തോടെയാണ് ഈശോയെ ഫരിസേയൻ സ്വീകരിക്കുന്നത്. ആത്മഗതമായി അവൻ പറയുന്ന വാക്കുകളിലൂടെയാണ് അവൻ്റെ മനോഭാവത്തെ നമ്മൾ മെനഞ്ഞെടുക്കുന്നത്. ക്രിസ്തു ദൈവപുത്രനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടോ പ്രവാചകനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടോ ദൈവോന്മുഖമായിട്ടോ അല്ല ഫരിസേയൻ തൻ്റെ വീട്ടിലേക്ക് യേശുവിനെ ക്ഷണിക്കുന്നത് തനിക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ്. എൻ്റെ ജീവിതത്തിലേക്കും വ്യക്തി ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും യേശുവിനെ ഞാൻ ക്ഷണിക്കുന്നത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട്, എൻ്റെ ആഗ്രഹ അഭിലാഷ നിവേശനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടോ ആണോ? അങ്ങനെയെങ്കിൽ നമ്മുടെ മനോഭാവവും മാറ്റപ്പെടേണ്ടതുണ്ട് എൻ്റെ നല്ല ദൈവമേ. അതോടൊപ്പമാണ് പാപിനിയായ സ്ത്രീ. അവിടെ ആൾക്കാരുണ്ട്, തന്നെ പരിഹസിക്കുന്നവരുണ്ട്, തന്നെ കല്ലെറിയാൻ നടക്കുന്നവരുണ്ട്, ഫരിസേയരുണ്ട്. ആരെങ്കിലും ഉണ്ടായിക്കൊള്ളട്ടെ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊള്ളട്ടെ, ഒരു പരിഭവമില്ല. എൻ്റെ ദൈവം അവിടെയുണ്ട്, എൻ്റെ ദൈവം ഇവിടെയുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ പാപങ്ങൾ മോചിക്കുവാൻ കഴിവുള്ള എൻ്റെ ദൈവത്തിൻ്റെ പാദാന്തികത്തിലെത്തി കരഞ്ഞ് കണ്ണുനീരുകൊണ്ട് അവൻ്റെ പാദങ്ങൾ കഴുകി തലമുടി കൊണ്ട് ആ പാദങ്ങൾ തുടച്ച് ചുംബിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ എന്നെ പ്രാപ്തനാക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിത അഭിലാഷങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടല്ല ഞാൻ കത്തോലിക്കനായിരിക്കുന്നത്, ഒരു വിശ്വാസിയായിരിക്കുന്നത്, എൻ്റെ ദൈവത്തെ മുറുകെ പിടിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടല്ല. മറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞുകൊള്ളട്ടെ, ചെയ്തുകൊള്ളട്ടെ, എൻ്റെ ജീവൻ എനിക്ക് നൽകിയ എൻ്റെ ദൈവം, ആ ദൈവത്തെ സമീപിക്കണം. ആ മനോഭാവത്തോടെ യേശുവിനെ സമീപിക്കുക. ആ മനോഭാവത്തെ ദൈവത്തെ സമീപിക്കുമ്പോഴാണ് ദൈവാനുഗ്രഹം ഉണ്ടാവുക. ദൈവം തൻ്റെ ജീവിതത്തിൽ നൽകിയ നന്മകളെ ഓർമ്മിക്കുന്നതാണ് പ്രാർത്ഥന. ദൈവം തൻ്റെ ജീവിതത്തിൽ നൽകിയ നന്മകളെ ഓർമ്മിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവാനുഗ്രഹങ്ങൾ കൂടുതൽ നൽകപ്പെടുന്നത്. ദൈവം തൻ്റെ പഴയകാല ജീവിതത്തിൽ നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണി പറയുമ്പോൾ ദൈവത്തോട് നന്ദി പറയുക. ലാസറിന്റെ ശവകുടീരത്തിങ്കിൽ ദൈവം പിതാവായ ദൈവത്തോട് നന്ദി പറയുകയാണ്. ദൈവത്തിന്റെ പ്രാർത്ഥനയുടെ എല്ലാം ആരംഭവും എൻ്റെ പിതാവേ നിനക്കു ഞാൻ നന്ദി പറയുന്നു. നന്ദിയുടെ മനോഭാവത്തോടുകൂടി യേശുവിനെ സമീപിക്കുമ്പോഴാണ് ദൈവാനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുക. യോനാ പ്രവാചകൻ, പഴയ നിയമത്തിൽ യോനാ പ്രവാചകനെ കാണുന്നുണ്ട്. യോനാ പ്രവാചകനോട് ദൈവം പറയുക, നീ നിനിവേ പോവുക, നിനിവേ പോയിട്ട് മാനസാന്തരത്തിന്റെ വചനങ്ങൾ പറയുക. യോന കൂട്ടാക്കിയില്ല. യോന നിനിവേക്ക് പോകുന്നതിന് പകരം താസസിലേക്ക് പോയി, കപ്പൽ കയറി. ദൈവം കൊടുങ്കാറ്റഴിച്ചു വിട്ടു. യോനാ പുസ്തകത്തിൽ തന്നെ പറയാണ്, കൊടുങ്കാറ്റഴിച്ചു വിട്ടു, യാഹുവേ കൊടുങ്കാറ്റഴിച്ചു വിട്ടു. കടലിൽ കിടന്ന് കപ്പല് ഇളകി വശായി.
ആരോ പാവിയായി മനുഷ്യനുണ്ടെന്ന് കപ്പിത്താന് മനസ്സിലായി. കപ്പിത്താൻ കുറിയിട്ടപ്പോൾ യോനായ്ക്ക് വീണു. യോനായെ തപ്പി അന്വേഷിച്ചു ചെന്നപ്പോൾ കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങുകയാ യോന. യോനയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. യോനയെ കടലിലേക്ക് വലിച്ചെറിയാൻ പോവുകയാണ്. യോന സമ്മതിച്ചു. ദൈവത്തിന്റെ വാക്ക് തിരസ്കരിച്ചതാണ്. യോന സമ്മതിച്ചു. ആ യോനാനെ എടുത്ത് കടലിലേക്കിട്ടു. ദൈവം ഒരു തിമിംഗലത്തെ ഒരുക്കി നിർത്തി. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു, ഒരു തിമിംഗലത്തെ ദൈവം ഒരുക്കി നിർത്തി. ദൈവം കഷ്ടപ്പാട് കൊടുക്കുമ്പോഴും അതിലൂടെ കടന്നു വരാൻ, വിശുദ്ധിയിലേക്ക് വരാൻ ഒരു വഴി കൂടി ദൈവം തുറന്നു തരുന്നുണ്ട്. എൻ്റെ മനോഭാവം കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും അതിലേക്ക് പിടിച്ച് തിരികെ കൊണ്ടുവരാൻ, ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം തന്നെ പദ്ധതിയിടുകയാണ്. ഈ വലിയ മീൻ തിമിംഗലം പോയി നിനിവേയുടെ തീരത്ത് യോനായെ ശ്രദ്ധിച്ചിടുന്നു. യോന നിനിവേ പട്ടണത്തിലേക്ക് പോകുന്നു, മാനസാന്തരത്തിന്റെ വചനങ്ങൾ പ്രസംഗിക്കുന്നു. എന്നിട്ട് യോന ദൈവത്തോട് കലഹിക്കുകയാണ്. എന്തിനാ കലഹിക്കുന്നത്? യോനയുടെ വാക്കുകൾ തന്നെ ശ്രദ്ധിക്കുക. അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനും. യോനാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 3-ാം തിരുവചനം. അവിടുന്ന് ദൈവം ദയാലുവാ. കാരണം നിന്റെ വചനം നിനിവേ പോയി പറഞ്ഞാൽ അവർ മാനസാന്തരപ്പെട്ടാൽ അവർക്കുള്ള ശിക്ഷയിൽ നിന്ന് നീ കുറച്ചു കൊടുക്കും, ഇളവ് കൊടുക്കും. നീ കാരുണ്യവാനാണ്, ശിക്ഷിക്കുന്നതിൽ നീ പുറകോട്ടാണ്. അവരെ ശിക്ഷിക്കില്ല. ദയാലുവാണ്, കാരുണ്യവാനാണ്. അതുകൊണ്ടാ യോന തർക്കിക്കുന്നത്. അതുകൊണ്ടാ യോന നിന്റെ വാക്കിൽ നിന്ന് ഓടിപ്പോകുന്നത്. നമ്മൾ ഓർമ്മിക്കണം, ശിക്ഷിക്കുന്നതിൽ വിമുഖതയുള്ളവനാണ്, കാരുണ്യമാണ് ദൈവം, ക്ഷമയാണ് ദൈവം. ആ ദൈവത്തിൻ്റെ വചനങ്ങൾ പറയുന്നതിൽ നിന്നാണ് യോന പിന്നോട്ട് പോകുന്നത്. ആ യോനായെ ദൈവം തിരിച്ച് തന്നെ എടുത്തുകൊണ്ടു പോവുകയാണ് ഓരോ വഴികളിലൂടെ. ഓർമ്മിക്കൂ, നമ്മുടെയൊക്കെ മനോഭാവങ്ങൾ കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ദൈവത്തിൻ്റെ പാതകളിൽ നിന്നൊക്കെ മാറിപ്പോകുമ്പോൾ ദൈവം തന്നെ പദ്ധതികൾ ഒരുക്കിയിട്ട് അവനെയും അവളെയും കുടുംബത്തെയും ദൈവത്തിൻ്റെ സമീപത്തേക്ക് അതുവഴി ഒരു വിഭാഗം ജനതയുടെ മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടാനുള്ള ഉപകരണങ്ങളാണ് നമ്മളൊക്കെ. മറന്നു പോകരുത്, ഉപകരണങ്ങളാണ് നമ്മളൊക്കെ. നമ്മുടെ മനോഭാവത്തെ മാറ്റിയെടുക്കുക. ദൈവം ഉപയോഗിക്കട്ടെ നമ്മളെയൊക്കെ. മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, വൃദ്ധരായ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്, അയൽക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളെ ഉപയോഗിക്കട്ടെ. ദൈവം ഉപയോഗിക്കട്ടെ. മനോഭാവത്തെ മാറ്റിയെടുക്കൂ. ഇനി മനോഭാവത്തെ മാറ്റിയെടുത്തില്ലെങ്കിലും ദൈവം വിളിക്കുന്നവരെ ഓരോ വഴികളിലൂടെ ദൈവം കൊണ്ടുപോകും. അപ്പോൾ ഓർമ്മിക്കുക, എവിടെയൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനുള്ള ഒരു വഴി കൂടി ദൈവം ഒരുക്കുന്നു. കാറ്റ് കൊടുത്ത് കടൽ ഇളകി വശാകുന്നു. ഒപ്പം തിമിംഗലത്തെ അയച്ച് ദൈവം അവനെ സംരക്ഷിക്കുന്നു കൂടിയുണ്ട്. ഓർമ്മിക്കുക, തീർച്ചയായിട്ടും ഈ മനോഭാവത്തിൽ, ദൈവോന്മുഖമായ മനോഭാവത്തോടെ ജീവിക്കാൻ, കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് മക്കൾക്ക് വിധേയരായി ജീവിക്കുവാൻ, അയൽക്കാരോടും നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാവരിലേക്കും ഒരു നല്ല മനോഭാവം രൂപീകരിക്കാൻ, ദൈവോന്മുഖമായ ദൈവവചനത്തിനനുസൃതമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മുന്നിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ, ജീവിതത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിലൊക്കെ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നിന്റെ മനോഭാവത്തോടെ, നിന്റെ ജീവിതത്തോടെ, ജീവിതത്തെ നീ എങ്ങനെ കാണുന്നു അതുപോലെ നിനക്ക് മുൻപിൽ തുറന്നു വയ്ക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. നല്ല കള്ളന്റെ മനോഭാവം, എൻ്റെ തന്നെ ജീവിതത്തെ അറിയുക,
നിന്നെ അറിയുക. അറിവിന്റെ തലത്തില് ദൈവമേ എന്നെ വളർത്തേണമേ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ. എന്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ട യേശുവേ, നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. എന്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ട യേശുവേ, നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ, സ്തുതികൾക്കും നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ യോഗ്യനാക്കിയ അങ്ങേക്ക്, അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കിയ നല്ല ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തെ അറിയുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന നല്ല ദൈവമേ, നിനക്ക് നന്ദി പറയുന്നു. യേശുവേ, എന്റെ ജീവിതത്തിൽ അപ്പമായി, വചനമായി, ഹൃദയത്തിൽ എഴുന്നള്ളുന്ന ദൈവമേ, അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. യേശുവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് തലകുനിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ. യേശുവേ, ഈശോയേ, ഈശോയേ, ഈശോയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി